ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു മോക്ക് ടെസ്റ്റില് 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാര് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എന്നോട് പറയാം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ദിയ ബിനു പുളിക്കക്കണ്ടമാണ് കേട്ടോ. പാലാ നഗരസഭയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം കേട്ടോ. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം. പാലാ നഗരസഭയാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. കവച് ആണ് കേട്ടോ. പഠിക്കണം. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവച്. അടുത്ത ചോദ്യം, രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്ന് നഗരസഭാ അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാണ്? രാജ്യത്തെ പണിയ കേട്ടോ, നോട്ട് ചെയ്തോണേ. രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്ന് നഗരസഭാ അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. പി വിശ്വനാഥനാണ്. പി വിശ്വനാഥൻ പണിയ വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് നഗരസഭാ അധ്യക്ഷനായ വ്യക്തിയാണ് പി വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയാണ് കേട്ടോ. കൽപ്പറ്റ നഗരസഭയാണ്. അടുത്ത ചോദ്യം, ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കാലാവസ്ഥ നിരീക്ഷണമാണ് കേട്ടോ. അപ്പൊ ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥ നിരീക്ഷണമാണ്. കാലാവസ്ഥ നിരീക്ഷണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ബ്ലൂബേർഡ് 6 ആണ് കേട്ടോ. അമേരിക്കയുടെ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6. അപ്പം പഠിച്ചു നോക്കണം. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 ആണ്. ഇനി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? അത് CMS-03 ആണ് കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. ഇത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് അമേരിക്കയുടെ ബ്ലൂബേർഡ് 6. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? CMS-03 ആണ്. CMS-03. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. KA തുളസിയാണ് കേട്ടോ. KA തുളസിയാണ് നിലവിലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പലാമു ടൈഗർ റിസർവ് ആണ് കേട്ടോ. പലാമു ടൈഗർ റിസർവ് പഠിച്ചു നോക്കണം. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം പലാമു ടൈഗർ റിസർവ് ആണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്കായി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാർക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അൻപ് വീടാണ്. ഓപ്ഷൻ ബി അൻപ് വീടാണ്. അപ്പൊ ഭിന്നശേഷിക്കാർക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അൻപ് വീട് പദ്ധതി. കേരള സർക്കാരിന്റെ പുതിയ ലഹരി വിരുദ്ധ പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ പുതിയ ലഹരി വിരുദ്ധ, അതായത് ലഹരികളെ പിടിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ ഓപ്പറേഷൻ സി ആണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. മുഴുവൻ പേര് പഠിച്ചു വെക്കണേ. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ കരീബിയൻ രാജ്യം ഏതാണ്? 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ കരീബിയൻ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. കുറാസാവോ ആണ് കേട്ടോ. ക്യുറോ അല്ല, കുറോസാവോ ആണ് കേട്ടോ. കുറാസാവോ ആണ്. അടുത്ത ചോദ്യം,
യുഎന്നിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരസഭ ഏത്? ഒന്നുകൂടെ പറയാം. യുണൈറ്റഡ് നേഷൻസിന്റെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വർക്കലയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി വർക്കലയാണ്. അടുത്ത ചോദ്യം, അന്നപൂർണ ഫണ്ടാർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം. അടുത്തിടെ അന്നപൂർണ കേട്ടോ, നോട്ട് ചെയ്തോണേ. അടുത്തിടെ അന്നപൂർണ ഫണ്ടാർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പശ്ചിമ ബംഗാൾ ആണ് കേട്ടോ. പശ്ചിമ ബംഗാൾ പഠിച്ചു വെക്കണേ, പശ്ചിമ ബംഗാളാണ്. അന്നപൂർണ ഫണ്ടാർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. ആരാണ്? സുവേന്ദു അധികാരിയാണ് കേട്ടോ. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ നിലവിലെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്ത ചോദ്യം, 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം, സേഹത്ത് മിഷൻ ആരംഭിച്ചത് ഏത് ലക്ഷ്യത്തോടെയാണ്? സേഹത്ത് മിഷൻ ആരംഭിച്ചത് ഏത് ലക്ഷ്യത്തോടെയാണ്? അപ്പൊ ഏത് ലക്ഷ്യത്തോടെയാണ് സേഹത്ത് മിഷൻ ആരംഭിച്ചത്? പറയൂ. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. കൃഷി, പോഷകാഹാരം, ആരോഗ്യ സംയോജിപ്പിക്കലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. സേഹത്ത് മിഷൻ ആരംഭിച്ചത് ഏത് ലക്ഷ്യത്തോടെയാണ്? കൃഷി, പോഷകാഹാരം, ആരോഗ്യം സംയോജിപ്പിക്കൽ എന്ന ലക്ഷ്യത്തോടെയാണ്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണ്? 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ന്യൂഡൽഹിയിലാണ് 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഏകദേശം 1 മാസത്തോളമായി. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ റെക്കോർഡർ സെക്ഷൻ ത്രൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സുകളാണ് കേട്ടോ. റിവിഷൻ ഓറിയന്റഡ് ഉള്ള ക്ലാസ്സുകളാണ്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടും അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുള്ളൂ. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുള്ളൂ. അപ്പൊ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFA പരീക്ഷ വരെയാണ്. VFA സെപ്റ്റംബറിലല്ലേ. അപ്പൊ സെപ്റ്റംബർ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും വേണ്ടിയുള്ള മെറ്റീരിയൽ, ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ്. അതോടൊപ്പം തന്നെ 2025 ജൂൺ മുതൽ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള മുഴുവൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, പാക് കടലെടുക്ക് നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? പാക് കടലെടുക്ക് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലല്ലേ. അപ്പൊ ആ പാക് കടലെടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇഷാങ്ക് സിംഗ് ആണ് കേട്ടോ. ഇഷാങ്ക് സിംഗ് ആണ്. അടുത്ത ചോദ്യം, 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത്. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതായത് നിലവിലെ 40ാമത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അടുത്ത ചോദ്യം, വികസിത് ഭാരത് ഗ്യാരണ്ടി പദ്ധതിയിൽ സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? നമ്മുടെ VBG റാംജി ആണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി പദ്ധതിയിൽ സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? നമ്മൾ പഠിച്ചാണ്, ഓപ്ഷൻ സി ആണ്, 40%. 40% സംസ്ഥാന വിഹിതവും 60% കേന്ദ്ര വിഹിതവുമാണ് കേട്ടോ. കണക്ട് ചെയ്തോണം. ഇവിടെ ആൻസർ ഓപ്ഷൻ സി 40%. അടുത്ത ചോദ്യം, ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കലിംഗ സ്റ്റേഡിയം ആണ് കേട്ടോ. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ ഒഡീഷയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നടക്കുന്ന ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ ആണ്.
അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ് ആണ് കേട്ടോ, ഛത്തീസ്ഗഡ് ആണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ്. 23ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ദീപാവലിയാണ് കേട്ടോ, ദീപാവലിയാണ്. അടുത്ത ചോദ്യം, 2025 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2025 ഭൗതിക ശാസ്ത്രം ഫിസിക്സ് മേഖലയിലെ നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ്? നമുക്കറിയാം ജോൺ ക്ലർക്കും മൈക്കിൾ ഡെവോറൈറ്റുമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവരെല്ലാം കേട്ടോ, മുകളിൽ പറഞ്ഞവ എല്ലാവരും. അടുത്ത ചോദ്യം, 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതിനാണ്? 2025 രസതന്ത്രത്തിന് കെമിസ്ട്രി വിഭാഗത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഏതാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ്. 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ കായിക താരം ആരാണ്? 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എൽദോസ് പോൾ ആണ് കേട്ടോ, എൽദോസ് പോൾ. അടുത്ത ചോദ്യം, അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നിയോജക മണ്ഡലം ഏതാണ്? അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിറ്റൂർ നിയോജക മണ്ഡലമാണ് കേട്ടോ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നിയോജക മണ്ഡലമാണ്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ഇന്ത്യയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം, 2025 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? 2025 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയത് തന്തപ്പേര് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ, ഓപ്ഷൻ എ. തന്ത്രപ്പേരല്ല, തന്തപ്പേര് എന്ന് പറഞ്ഞ ചിത്രമാണ്. 30ാമത്തെ ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഖിൽ പി ധർമ്മജനാണ്. നമുക്കറിയാം റാം കെയർ ഓഫ് ആനന്ദി എന്നൊക്കെ പറഞ്ഞ നോവലിന്റെ എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. ആ ഒരു നോവലിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് കേട്ടോ, റാം കെയർ ഓഫ് ആനന്ദി. പഠിക്കണം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയത് അഖിൽ പി ധർമ്മജൻ. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, എൻ പ്രഭാകരനാണ് കേട്ടോ. എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന് പറഞ്ഞ കൃതിക്കാണ് കേട്ടോ. അപ്പൊ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ മലയാളം വിഭാഗത്തിലെ നോവൽ വിഭാഗത്തിൽ നേടിയതാർക്കാണ്? എൻ പ്രഭാകരൻ. 2025 ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നേടിയതാരാണ്? ബാലസാഹിത്യ പുരസ്കാരം ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ശ്രീജിത്ത് മൂത്തേടത്താണ്, ശ്രീജിത്ത് മൂത്തേടത്ത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, MS ധോണിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? MS ധോണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. 53ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? 53ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? ആൻസർ നമ്മുടെ ലാലേട്ടനാണ്, ഓപ്ഷൻ ബി മോഹൻലാൽ ആണ് കേട്ടോ. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? അഥവാ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, കെ സോമപ്രസാദ്. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ബെഞ്ചാര വിരാസത്ത് മ്യൂസിയം കേട്ടോ, ബെഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ബെഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാരാഷ്ട്രയാണ് കേട്ടോ. ബെഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫ്യൂച്ചർ ഫിലിമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 12th ഫെയിൽ ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫ്യൂച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ്. 12th ഫെയിൽ ആണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. വി നാരായണൻ ആണ് കേട്ടോ. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻ പ്രഭാകരൻ ആണ്. എൻ പ്രഭാകരൻ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് 10th പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എത്ര മാർക്കാണ് ലഭിച്ചതുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പിന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പ്രയോജനപ്രദമാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വ്യൂസും കൂടി വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ ഒന്ന് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഡെയിലി ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.